ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാട്ടോ ഞാനിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ചെയ്യുന്നത്. കാരണം കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ സാധാരണയായിട്ടുള്ള ട്രാവൽ വ്ളോഗ്സും നാട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കാണിച്ചിരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും അവധിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു രാവിലെ മുതൽ നിങ്ങളെ ചെറിയ രീതിയിൽ എൻ്റെ ഇന്നത്തെ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, കുക്ക് ചെയ്യുന്നതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ നല്ലൊരു മഴക്കാറിൻ്റെ ഒരു ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷം തോന്നി. കാരണം ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പോൾ ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ സ്വല്പം ആശ്വാസം കിട്ടുമെന്നൊക്കെ വിചാരിച്ചു. അപ്പം അതിനുശേഷം ഞാൻ വന്നിട്ട് എനിക്ക് മാത്രമായിട്ടുള്ള ചായയൊക്കെ ഇട്ടു. പിന്നെ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ലേറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ മതി. അതുപോലെ ഇന്ന് ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇടിയപ്പം ആട്ടോ ഉണ്ടാക്കുന്നത്. രാവിലെ ഇതൊന്നും ഉണ്ടാക്കാനായിട്ട് സമയമില്ലാത്തവർ ഞാൻ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കുന്നത് ചപ്പാത്തി അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കറികളൊക്കെ ആട്ടോ. കാരണം ഇന്നിപ്പോൾ സമയമുള്ളതുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പം അരിപ്പൊടിയും അതുപോലെ തന്നെ കുറേ സാധനങ്ങൾ അമ്മ എനിക്ക് തന്നു വിട്ടിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തെള്ളിയെടുക്കുകയാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിന്നിപ്പം ഇടിയപ്പം ഉണ്ടാക്കുന്നത്. ഇവിടെ നമുക്കങ്ങനെ നല്ല അരിപ്പൊടിയോ കാര്യങ്ങളൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ മുട്ട അവിടെ പുഴുങ്ങാനിട്ടിട്ടുണ്ട്, അരിപ്പൊടി എല്ലാം ഒന്ന് തെള്ളിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനകത്തിട്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ചേർത്ത് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴത്തേക്ക് മഴക്കാറൊക്കെ മാറിയിട്ട് ഇതേ വെയിൽ വന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പാലും വന്നു. അപ്പോൾ ഇനി പാലൊക്കെ ഒന്ന് തിളപ്പിച്ച് വെക്കണം. അപ്പോൾ ഇച്ചാന് ഇന്നലത്തെ കുറച്ച് പാലിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി തിളപ്പിച്ച് ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറയൊഴിക്കാനായിട്ടോ. അപ്പോൾ നമുക്ക് ചൂടായതുകൊണ്ട് നമ്മൾ മിക്കവാറും എല്ലാ ദിവസങ്ങൾ ഷെയ്ക്ക് അല്ലെങ്കിൽ ബട്ടർ മിൽക്ക് അതൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി എല്ലാ ദിവസവും തന്നെ തൈര് ഉണ്ടാക്കുകയും ചെയ്യും. ഫ്രഷ് ആയിട്ടുള്ള തൈര് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ടാണ് ഞാനിതുപോലെ ലിസി ഉണ്ടാക്കും അല്ലെങ്കിൽ ഷെയ്ക്ക് ഉണ്ടാക്കും. ഇച്ചാന് ഏറ്റവും ഇഷ്ടമുള്ളത് ബട്ടർ മിൽക്ക് ആട്ടോ. അപ്പോൾ മിക്കവാറും അതായിരിക്കും ഇപ്പം ഞാൻ കൂടുതലുണ്ടാക്കുന്നത്. അപ്പോൾ അതേ നമ്മുടെ മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുള്ളൂ. ഞാൻ ഇതിൻ്റെ റെസിപ്പി ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല. ഇത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ കിഴങ്ങും അതുപോലെ തന്നെ സവോളയൊക്കെ വഴറ്റി തേങ്ങയൊക്കെ അരച്ചിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ. പിന്നെ ഇടിയപ്പവും റെഡി ആയിട്ടുണ്ട്. പിന്നെ പാലൊക്കെ ഇപ്പുറം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ രാവിലെ ഇത്രയും കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പാത്രങ്ങളൊക്കെ ആട്ടോ. പിന്നെ ബീന വന്നിട്ടുണ്ട്, അവൾ ഇതൊക്കെ കഴുകി റെഡിയാക്കി വെച്ചോളും. അപ്പോൾ ഞാൻ ബാക്കി വന്ന കുറച്ച് മാവുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതുപോലെ ഓട്ടട എന്നല്ലേ നിങ്ങൾ പറയുന്ന ഓട്ടട എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഞാൻ ചുമ്മാ ഇങ്ങനെ അടാന്ന് പറയും കേട്ടോ. ആ മാവ് കൊണ്ട് തന്നെ കുറച്ച് ജീരകവും ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ ചുമ്മാ അടയായിട്ട് അതും ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കങ്ങനെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എല്ലാവരും വന്നിട്ടുണ്ട്. അയ്യോ, ഞങ്ങളുടെ ബ്രൗണി തിരിച്ചു വന്നു. ബ്രൗണി എവിടെയായിരുന്നു ബ്രൗണി ഇത്രയും നാളും? ഞങ്ങൾ നാട്ടിൽ പോയ സമയത്ത് പോയതല്ലേ ബ്രൗണി? എവിടെയായിരുന്നു ബ്രൗണി? ബ്രൗണി, ദൈവമേ, ഞങ്ങൾ നാട്ടിൽ പോയ ബ്രൗണി തിരിച്ചു വരാതെ വന്ന് ഞങ്ങൾ ആകെ വിഷമിച്ചു. അയ്യോ, ബ്രൗണി 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 ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മുടെ ബ്രൗണി ഇവിടെ കാണാൻ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി പോയിരുന്നു. അപ്പോൾ ബ്രൗണി ഇല്ലാതെ വന്നപ്പോൾ തന്നെ എലികളുടെ ശല്യം ഭയങ്കരമായിട്ട് കൂടി. വണ്ടിയിൽ വരെ എലി കുഞ്ഞുങ്ങളെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഒരു വിഷമമായിരുന്നു. പിന്നെ ഇത് 2 വർഷമായിട്ട് നമ്മുടെ കൂടെയുള്ളതാണ്. ഞങ്ങളുടെ അത്രയും വലിയ പെറ്റാണ്. അപ്പോൾ ഇത് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ഓർത്തപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായി പോയിട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതെങ്ങനെയല്ലോ ഒന്ന് വന്നാൽ മതിയെന്ന്, ജസ്റ്റ് നമ്മളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പിന്നെ പോകത്തില്ല എന്ന് നമുക്കറിയാം. പിന്നെ എന്തായാലും രാവിലെ മോൻ ടെറസിന് മുകളിൽ നിന്നപ്പോഴാണ് ഇതിനെ കണ്ടത്. അപ്പോൾ വിളിച്ചപ്പോൾ തന്നെ ഓടി വന്നു കേട്ടോ. അപ്പം എന്തായാലും അത് ഭയങ്കര ഒരു സന്തോഷമായി പോയി. ഏറ്റവും സന്തോഷം എൻ്റെ മൂത്ത മോനാണ്. ഞങ്ങൾ അന്നേരം തന്നെ അവനെ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുത്തിട്ടു. കാരണം അവൻ എപ്പോഴും ചോദിക്കുമായിരുന്നു, മമ്മി ബ്രൗണി വന്നോ. അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കേട്ടോ ബ്രൗണീനെ. അപ്പോൾ അവനും ഭയങ്കര സന്തോഷമായി പോയിട്ടോ. അപ്പോൾ ബ്രൗണിക്ക് അതേ പാലും ബിസ്ക്കറ്റും ഒക്കെ ഞങ്ങൾ ആഘോഷമായിട്ട് കൊടുത്തു. കാരണം ഇത്രയും ദിവസത്തിന് ആരും ഫുഡൊന്നും കൊടുക്കുന്നില്ലായിരുന്നു കേട്ടോ. നമ്മൾ കൊടുക്കുന്ന പോലെ ഫുഡോ കെയറിങ്ങോ ഒന്നും ആരും ചെയ്യത്തില്ലോ. അപ്പോൾ അത് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഭയങ്കരമായിട്ട് ക്ഷീണിച്ചൊക്കെ പോയിട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഭയങ്കര സന്തോഷമായി പോയി. നമ്മുടെ കാണാതെ പോയ ഞങ്ങളുടെ ബ്രൗണീനെ തിരിച്ച് കിട്ടിയ ഒരു സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം കുറേ സമയം പിന്നെ ബ്രൗണിയൊക്കെ ആയിട്ട് നമ്മൾ സമയം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം പിന്നെ ഞാൻ ഉച്ചക്കത്തേക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് വന്നിട്ട് ഇന്ന് കാര്യമായിട്ട് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ബട്ടർ മിൽക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി ചുമന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ. ചതച്ചെടുത്ത്
എടുത്ത് മാറ്റി വെക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ടേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം ഞാനതിനിടയ്ക്ക് അച്ചിങ്ങ പയർ ഇതുപോലെ നന്നായിട്ട് തോരനൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പരിപ്പ് കറി വെച്ചിട്ടുണ്ട്. അതുപോലെ പപ്പടം, അച്ചാർ ഇതൊക്കെ കൂട്ടിയാണ് ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. ഇതെല്ലാം ഉണ്ടാക്കി റെഡിയാക്കി വെച്ചു. കാരണം ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് മഴ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ എങ്കിൽ ഇവിടെ ഹ്യൂമിഡിറ്റി ഭയങ്കര കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ അടുക്കളയിൽ നമുക്ക് ഒരുപാട് സമയം ഇങ്ങനെ പണി ചെയ്യാനായിട്ട് നമുക്ക് മടിയാട്ടോ. പിന്നെ എല്ലാവർക്കും കഴിക്കാനായിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മതി. സലാഡ്സാണ് ഇവിടെ കൂടുതൽ കഴിക്കുന്നത്. ക്യൂക്കുംബർ, ക്യാരറ്റ്, അങ്ങനെ എല്ലാം കൂടി നമ്മളിങ്ങനെ അരിഞ്ഞ് പെറുക്കിയിട്ടൊക്കെ അത് കഴിക്കും. അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോഴാണ് നമുക്ക് ബട്ടർ മിൽക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല തണുത്ത ബട്ടർ മിൽക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഓരോ ഗ്ലാസ് കുടിച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ ശരീരം ഫുള്ളങ്ങോട്ട് തണുക്കും കേട്ടോ. അപ്പോൾ ഈ ചാനാണെങ്കിലും ഏറ്റവും ഇഷ്ടമാട്ടോ ഇത്. അപ്പോൾ ഭയങ്കര ക്ഷീണമാണ്, കാരണം നമുക്ക് ഈ ചൂടും കൂടെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ലേറ്റായിട്ടാട്ടോ ഊണൊക്കെ കഴിച്ചത്. പിന്നെ അതേ നമ്മുടെ പ്ലാവിൽ ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ചക്കയൊക്കെ വൈകുന്നേരം ഞങ്ങൾ വേവിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.